ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികളെ വളർത്തുന്നത് നമ്മുടെ മോഹത്തിൻ്റെ പുറത്താണ്. നല്ല ശതമാനം ഒരു പുതിയ തലമുറ ഒരു കുട്ടി ഉണ്ടാകുന്നത് ഒരു 24 വയസ്സിൽ 25 വയസ്സിൽ കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടി ഇന്നത്തെ തലമുറ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ആ കുട്ടിയെ നന്നായിട്ട് അണിയിച്ചൊരുക്കുക, ആ കുട്ടിയെ ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്ത് മറ്റുള്ളവരടുത്ത് കൊണ്ടു നടക്കുക, ആ കുട്ടിയെ കൊണ്ട് കളിക്കുക. ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ ഓരോ കുടുംബത്തിൻ്റെയും ഒരു ആസ്വാദന വിഷയമായിട്ടാണ് ആദ്യത്തെ മാറുക. ഈ കുട്ടിയെ പിന്നെ ആ ആസ്വാദനത്തിൽ നിന്ന് പിന്നെ മാറുന്നത് അവരവരുടെ പ്രൗഡിലേക്ക്. കാരണം എൻ്റെ കുട്ടിയെ കൊണ്ട് എന്തെല്ലാം ഞാൻ ചെയ്യിക്കുന്നു, എൻ്റെ കുട്ടിയെ ഞാൻ അത് പഠിപ്പിക്കുന്നു, എൻ്റെ കുട്ടിയെ ഞാൻ ഡാൻസ് പഠിപ്പിക്കും, എൻ്റെ കുട്ടിയെ ഞാൻ പാട്ട് പഠിപ്പിക്കും, എൻ്റെ കുട്ടിയെ ഞാൻ കരാട്ടെ പഠിപ്പിക്കും. അപ്പോൾ എൻ്റെ കുട്ടി ഒന്നും മോശമല്ല, എൻ്റെ കുട്ടി ഒന്നും മോശമല്ല എന്ന് നമ്മളെ ബോധിപ്പിക്കുക, അല്ല നാട്ടുകാരെ ബോധിപ്പിക്കുക. അതായത് ഈ കുട്ടിയല്ല മോശമല്ലാതെ ആവുന്നത്, ഞാൻ ബെസ്റ്റാണ് എന്ന് സമൂഹത്തോട് പറയാൻ വേണ്ടിയാണ് പലപ്പോഴും കുട്ടികളെ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് പറയേണ്ടി വരും. കാരണം എൻ്റെ കുട്ടി അത് പഠിക്കുന്നുണ്ട്, എൻ്റെ കുട്ടി ഇത് പഠിക്കുന്നുണ്ട്, എൻ്റെ കുട്ടിക്ക് A+ ഉണ്ട്, എൻ്റെ കുട്ടിക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് പറയുക. എൻ്റെ കുട്ടി നല്ല ഭംഗിയാക്കാൻ വേണ്ടി ആ കുട്ടിയെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയോ അല്ലെങ്കിൽ ബാക്കി കൊണ്ടുപോയോ ഏറ്റവും മനോഹരിയാക്കി മാറ്റുന്നതും അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നതൊന്നും കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടിയല്ല. കുട്ടിയുടെ ഇഷ്ടത്തിന് പോലും അവിടെ വലിയ പ്രാധാന്യം പല കുടുംബങ്ങളും പല പാരൻസും ഇന്ന് ചെയ്യുന്നില്ല എന്ന് ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇതെല്ലാം പാരൻസിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ വളർന്നു പോകുന്നത് അവർക്ക് വേണ്ടിയല്ല, അവർ വേറെ ആർക്കോ വേണ്ടി അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വേണ്ടി കുട്ടികൾ വളരുന്നു. ആ കുട്ടികൾ വളർന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഇവർക്ക് യഥാർത്ഥത്തിൽ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം ഒരു ഭാഗത്തും വന്നിട്ടുണ്ടാകുന്നില്ല. ഒരു പെൺകുട്ടിയാണെങ്കിൽ പ്രത്യേകിച്ച്, ആൺകുട്ടിയാണെങ്കിലും വ്യത്യാസമില്ല. ഒരു ഷർട്ട് ഇട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഈ ഷർട്ടല്ല ഈ ഷർട്ട് ഇടൂ. എന്ത് ചെയ്യുന്നതിനും കൃത്യമായി ഒരു ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ എന്തിനാണ് ഈ ചെരുപ്പ് ഇടുന്നത്, ഇതിട്ടാൽ മതി, ഈ ഷൂ ഇടൂ എന്ന് പറഞ്ഞ് ഓരോ നിസ്സാര കാര്യങ്ങൾക്ക് വരെ ഇവരുടെ വ്യക്തിത്വത്തെ ഒട്ടും മാനിക്കാതെ അല്ലെങ്കിൽ ഇവരെ മുഴുവൻ എല്ലാ കാര്യങ്ങൾക്കും പുറകെ നടന്ന് ചെയ്യിച്ച് ഈ കുട്ടികൾ യഥാർത്ഥത്തിൽ അവരൊരു വ്യക്തികളായി മാറാതെ ഈ അനുസരണയുള്ള ഒരു എന്താ പറയുക, ഒരു ജീവികൾ മാത്രമായി മുമ്പോട്ട് പോകുന്നൊരവസ്ഥ ഇന്ന് വളരെയധികം കാണാൻ കഴിയും.